മെയ് മാസം 7-ാം തീയതി ജനിച്ചു. 1941 വരെ ജീവിച്ചു. ഇതാണ് ടാഗോർജിയുടെ കാലഘട്ടം. കിട്ടിയോ? ജനിച്ച വർഷം മറ്റു വർഷം കൊൽക്കത്തയിലെ ചിദംബൂർ സ്ട്രീറ്റിലെ ദ്വാരകാനാഥ് ലൈനിൽ ശാരദാദേവിയുടെയും ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും പുത്രനായി ജനിച്ചു. എവിടെ ജനിച്ചു? കൊൽക്കത്തയിലെ ചിദംബൂർ സ്ട്രീറ്റ്. എവിടെയാണ്? ചിദംബൂർ സ്ട്രീറ്റിലെ ദ്വാരകാനാഥ് ലൈനിൽ ശാരദാദേവിയുടെയും ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും പുത്രനായി ജനിച്ചു. കൊൽക്കത്തയിലെ ചിദംബൂർ സ്ട്രീറ്റിലെ ദ്വാരകാനാഥ് ലൈനിൽ ശാരദാദേവിയുടെയും ദേവേന്ദ്രനാഥ ടാഗോർ ഒറ്റ മോനായിരുന്നോ? അല്ല. അല്ലെ? ഒറ്റ മോനും അച്ഛനില്ലാത്ത സ്വത്തുമായിരുന്നോ? അല്ല. എത്രാമത്തെ മോനായിരുന്നു? 14ാമത്തെ മോനായിരുന്നു അല്ലേ? അച്ഛന്റെ അല്ലെ കണ്ണിന്റെയൊക്കെ ദേവേന്ദ്രനാഥ ടാഗോർ സംഘടന ഓർമ്മയുണ്ടോ? ആദ്യമുള്ള ചെങ്ങനല്ലേ? ആദ്യ ബ്രഹ്മസമാജ സ്ഥാപകനായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ. കേട്ടോ? ശ്രദ്ധിക്കണം. വിശ്വകവി എന്ന് വിളിക്കുന്ന അറിയാം? അതെ. നമ്മൾ ആർക്കൊക്കെ പറയുന്നപ്പം ഇനി എന്ത് വെച്ചാൽ എന്താ ഉത്തരം? ഉറക്കെ പറയുന്നതാണ് കേട്ടോ. സ്മാർട്ടായിട്ടിരിക്കും. ഉറക്കെ പറ. വിശ്വകവി ആരാ? രവീന്ദ്രനാഥ ടാഗോർ. കവിഗുരു ടാഗോർ. മഹാനായ കാവൽക്കാരൻ ടാഗോർ. ഗുരുദേവ് ടാഗോർ. ഗുരുജി ഗോൾവാൾക്കർ. ആരാ? ഗോൾവാൾക്കർ. ഞാൻ ചോദിക്കുന്നേ ഗുരുജി സുരക്ഷ പറയുന്നില്ലേ? ഗുരുജി ഓപ്ഷൻ പ്ലീസ് അല്ലേ എന്ന് വിളിക്കുന്ന ആരെയാ? ഗോൾവാൾക്കർ. ഗുരുജി ആരാ? ഗോൾവാൾക്കർ. ഗുരുദേവ് ആരാ? ടാഗോർ. ഗുരുദേവ് ടാഗോർ. ഗുരുജി ഗോൾവാൾക്കർ. കേട്ടോ? രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്നും മഹാനായ കാവൽക്കാരെന്നും വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുക? ഗുരുദേവ് മഹാനായ കാവൽക്കാരൻ. വിശ്വകവി കവിഗുരു. എന്താ വിളിച്ചത്? വിശ്വകവി കവിഗുരു. ഭാനുസിംഹൻ. ഭാനുസിംഹൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ പരസ്യത്തിൽ പരിചയപ്പെടുന്നു. SBI. കേട്ടോ? ഗാന്ധിജിയാണ് ഇദ്ദേഹത്തിനെ ഗുരുദേവ് എന്നും മഹാനായ കാവൽക്കാരൻ വിളിച്ചത്. ആരാ? ഇവിടെ ആരാ? ഗാന്ധിജി ഇദ്ദേഹത്തെ എന്താ വിളിച്ചത്? വിളിച്ചു അല്ലേ? ഗുരുദേവ് എന്നും മഹാനായ കാവൽക്കാരൻ. ശ്രദ്ധിക്കണം. എന്ന സംഭവത്തിന് ഈ ഗാന്ധി, ടാഗോർ, നെഹ്റു ഇവർക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇവരിങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് ഇങ്ങനെ വട്ടം കൂടി എന്തെങ്കിലും ഏറ്റപ്പേര് കളിക്കാറുണ്ട്. ഇതൊരു ഗെയിം കേട്ടോ. ഇപ്പൊ ഗാന്ധിജി ഇദ്ദേഹത്തെ ഗുരുദേവ് എന്നും മഹാനായ കാവൽക്കാരൻ വിളിച്ചു. സന്തോഷമായി ടാഗോറിനെ. പെട്ടെന്ന് തിരിച്ചു നന്ദിയായിട്ട് എന്താ മഹാത്മാ എന്ന് വിളിച്ചു. എന്താ മഹാത്മാ എന്ന് വിളിച്ചു അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് അതിനേക്കാൾ നല്ല പേര് രാഷ്ട്രപിതാവേ എന്ന് വിളിച്ചു. എന്താ രാഷ്ട്രപിതാവേ? ഗാന്ധിജി പേരില്ലേ അല്ലെ? ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നൊക്കെ വിളിച്ചു. എന്താ വിളിച്ചത്? നേതാജി. ടാഗോർ പറഞ്ഞു അതിനേക്കാൾ നല്ല പേര് ദേശനായക് എന്ന് വിളിച്ചേക്കാം. എന്താ വിളിച്ചത്? ദേശനായക്. അപ്പൊ സരോജിനി നായിഡു അവിടെ നിൽക്കണ്ടേ? ഗാന്ധി അതേ പേരിൽ എന്താ വിളിച്ചറിയോ? ഇന്ത്യയുടെ വാനം പാടി എന്ന് വിളിച്ചു. ടാഗോറൊക്കെ ഓടിക്കൊണ്ടിരുന്നു ഭാരത കോകിലം എന്ന് വിളിക്കുന്നു. എന്താണ് ഭാരത കോകിലം? അപ്പൊ നെഹ്റു അതിലെ കഥ കണ്ടിട്ടുണ്ട്. നെഹ്റുവിനെ ടാഗോർ വിളിച്ചെന്താ? ഋതുരാജൻ. ആരാണ്? ആരൊക്കെണ്ട നേരത്തെ പേര് കണ്ടു വിളിച്ചാൽ ഇതാ പ്രശ്നം കേട്ടോ. ഗാന്ധിജിയെ മഹാത്മാ എന്നും നെഹ്റുവിനെ ഋതുരാജൻ എന്നും സുഭാഷ് ചന്ദ്രബോസിനെ ദേശനായക് എന്നും സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിളിച്ചു. കേട്ടോ? എന്തൊക്കെയാ വെച്ച് ഗാന്ധിജിയെ രാജ് എന്ന് വിളിച്ചു. ഗാന്ധിജിയെ മഹാത്മാ. നെഹ്റുവിനെ ഋതുരാജൻ. സുഭാഷ് ചന്ദ്രബോസിനെ അല്ലെ? സരോജിനി നായിഡുവിനെ നെഹ്റുവിനെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയത് ആരാ? അങ്ങനെ നെഹ്റു വിളിച്ചേ? അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജി വിളിച്ചാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ചാൽ അതേ ചർച്ചിൽ അതേ നാമക്കൊള്ളി നെഹ്റുവിനെ വിളിക്കുകയാണ് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയത്. എന്താ വിളിച്ചത്? എന്തിനു വേണ്ട? ഭയത്തിന്റെ. ഭയത്തിന്റെ അല്ലേ? ഭയമല്ലല്ലോ. കുറച്ചുകൂടെ അല്ലേ? ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ചങ്ങനാശ്ശേരി പണ്ട് ഞാൻ പണ്ട് ദിവസം ചങ്ങനാശ്ശേരി ക്ലാസ് ഒക്കെ വിളിച്ചു. വലിയൊരു ക്ലാസ്, ഒരു 10-60 പേര് അപ്പുറം വലിയ റോയാണ്. അടുത്തത് ഞാൻ ചോദിച്ചു 1904 വീഡിയോ സവർക്കർ തുടങ്ങിയ സംഘടനയുടെ പേര്. എല്ലാവരും കൂടെ ഉച്ചശാസ്ത്രങ്ങൾ വിളിച്ചു. അല്ലേ? അല്ലേ? അങ്ങനെ പറയാം. നിങ്ങളങ്ങനെ പറയാറില്ല? മാന്യന്മാരല്ലേ? അപ്പം ഞങ്ങളൊക്കെ പറയുന്ന ഭാഷയൊക്കെ വല്ല തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, അതിന് പല വിഷയം മനസ്സിലാവാത്ത വേർഡ്സുകളെ
കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രസരിക്കുക വേണം മനസ്സിൽ, എന്റെ മനസ്സിന് ശരീരത്തിനും ഒക്കെ വേണം. എങ്കിലാണ് ഒരുപാട് നമുക്ക് വർക്ക് ചെയ്യാനും റിസൾട്ടേക്ക് എത്തിക്കാം. അല്ലേ? അങ്ങനെയല്ലേ അവനെ ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പം നമ്മള് പറഞ്ഞു വന്നത് ഇവിടെ ഇയാളൊരു കവിയാണ്, ഒരു റൈറ്ററാണ്. അല്ല ശരിയല്ലേ? ടാഗോർ നായത്തെ കവിതയുടെ പേര് പറ. നിങ്ങൾ മറ്റേ പുസ്തകത്തിൽ ആരെങ്കിലും ചോദിച്ചിട്ടല്ലേ ക്ലാസ് കേട്ടേ? അതിനകത്ത് ചോദിക്കുന്നുണ്ടോ കവിതയൊക്കെ? കവി കാഹിനിയായിട്ട് കവിതാ സമാഹാരമാണ്. ആദ്യത്തെ കവിതയുടെ പേര് അഭിലാഷ്. ഏതാ പറ? ടാഗോർ നായത്തെ കവിത അഭിലാഷ്. എന്താ അഭിലാഷ്? ആഗ്രഹം, ആശ. അല്ലേ? ആശയാണ് എല്ലാ നാശങ്ങൾക്കും കാരണം. ആരാണ് പറഞ്ഞത്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ എന്താ പറഞ്ഞേ? ആശയാണ് എല്ലാ നാശങ്ങൾക്കും. അല്ലെ? ബുദ്ധനെ പണ്ട് ഏതോ ആശ പഠിച്ചു വിട്ടില്ലേ? അല്ലേ? ബുദ്ധൻ എന്താ പറഞ്ഞത്? ആശയാണ് എല്ലാ നാശങ്ങൾക്കും കാരണം. കേട്ടോ? ടാഗോറിനായിട്ട് കവിതയുടെ പേരെന്താ? ആദ്യത്തെ കവിതാ സമാഹാരം താങ്കൾ പറഞ്ഞ കവി കാഹിനി. എന്താണ്? കവി കാഹിനി. കവിത അഭിലാഷ് കവിതാ സമാഹാരം കവി കാഹിനി. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥയാണ് ഭിഖാരിണി. എന്താണ്? ഭിഖാരിണി. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകമാണ് വാത്മീകി പ്രതിഭ. ഏതാണ് നാടകം? ഏതാ? വാത്മീകി പ്രതിഭ. ഇദ്ദേഹം അഭിനയിച്ച സിനിമ ഏതാ? വാത്മീകി പ്രതിഭ. ഇയാളൊരു സംഭവം കേട്ടോ. സംഭവം എല്ലാം ചെയ്യും. നമ്മുടെ മ്യൂസിക് പോലെ നന്നായി പാടും, എഴുതും, അഭിനയിക്കും, ഡാൻസ് കളിക്കും. കേട്ടോ നമ്പർ 1 ചെങ്ങയാണ് ടാഗോർ. ഇവിടെ ടാഗോറിനായിട്ട് കവിത ഏതാ? ഏതാ കവിതയുടെ പേര്? അഭിലാഷ്. കവിതാ സമാഹാരം ഏതാ? കവി കാഹിനി. ചെറുകഥ ഏതാ? ഭിഖാരിണി. നാടകം ഏതാ? വാത്മീകി പ്രതിഭ. സിനിമ ഏതാ? വാത്മീകി പ്രതിഭ. റെഡിയല്ലേ? കവിത അഭിലാഷ് കവിതാ സമാഹാരം കവി കാഹിനി. ചെറുകഥ ഭിഖാരിണി. നാടകം വാത്മീകി പ്രതിഭ. അഭിനയ സിനിമ ഏതല്ലേ? വാത്മീകി. മൂക സസ്യങ്ങൾക്ക് നാമം നൽകിയ ഋഷീന്ദ്രൻ. ടാഗോർ ആരെ അങ്ങനെ വിളിച്ചത്? സസ്യമെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർത്തിട്ട് വ്യക്തിയുണ്ട്. ആരാണത്? ആരാ ജെസിബോസ്? സസ്യങ്ങളുണ്ടോ? ആരാ പറഞ്ഞേ? ജെസിബോസ് അല്ലേ? സസ്യങ്ങൾക്ക് ചലിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ജെസിബോസ്. ഗീതാഞ്ജലി പറയുന്ന സയന്റിസ്റ്റ് ആരാ? ജെസിബോസ്. ആരാണ്? ജെസിബി അല്ലേ? മൂക സസ്യങ്ങൾക്ക് നാമം നൽകിയ ഋഷീന്ദ്രൻ എന്നാണ് ഗീതാഞ്ജലി ജെസിബോസ്. എന്താ വിളിച്ചത്? മൂക സസ്യങ്ങൾക്ക് നാമം നൽകിയ ഋഷീന്ദ്രൻ എന്നാണ് വിളിച്ചത്. കേട്ടോ? ഇന്ത്യൻ ദേശീയത നാനാത്വത്തിൽ ഏകത്വം എന്ന് വെച്ചാലാ എന്ത് പറഞ്ഞാൽ ടാഗോർ എന്ന് പറയണം. എന്താ വിളിച്ചത്? ആരാ വിളിച്ചേ? ടാഗോർ എന്താ ദേശീയത വിളിച്ചേ? നാനാത്വത്തിൽ ഏകത്വം. നമ്മുടെ ദേശീയത ടാഗോർ വിളിക്കുക. കേട്ടോ? ഇവിടെ ഈ കക്ഷി 1896 ഇന്ത്യൻ ഹിസ്റ്ററി 1896. എന്താണ് ഈ വർഷത്തെ പ്രാധാന്യം? എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് ഒരു കാര്യം സംശയിക്കുക? നമ്മൾ ഇവിടെ കൂടുതൽ എല്ലാവർക്കും ജോലി കിട്ടും. ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സർക്കാരിന്റെ സാധ്യത വാങ്ങാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. സംശയം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. എല്ലാവർക്കും പറ്റില്ലേ? എല്ലാവർക്കും പറ്റാം. എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് കിട്ടുക. അല്ല. ആദ്യം ആർക്കാ ജോലി കിട്ടുക ഇവിടെ? പറ പറ. ആദ്യം ആർക്കാ കിട്ടുക? ഏതാ? പറ പറ. നിങ്ങൾ പറ. ഏതാ? ആർക്കാ വേണ്ട ആദ്യം? ഓക്കെ ഓക്കെ. അല്ല വേറെ ആർക്കും വേണ്ട? ആദ്യം എല്ലാവർക്കും വേണോ? ഞാൻ പറഞ്ഞതാണ് ആദ്യം ആർക്കാ കിട്ടുക. മനസ്സിലാവണോ? ക്ലാസ്സില് ഏറ്റവും നന്നായി വസ്തു ചെയ്യുന്ന ആൾക്കാരാ ആദ്യം ജോലി കിട്ടുക. മാക്സിമം അറിവായിരുന്നു കേട്ടോ? മാക്സിമം സ്മാർട്ട് ആയിട്ട് വർത്തമാനം പറയുക, വിളിച്ചു പറയുക, അകത്തിരിക്കുക. നമ്മൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. വെറുതെ അല്ല. നമുക്ക് ഒരു സർക്കാർ ജോലി എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയോ? കിട്ടുകയാണെങ്കിൽ സമയത്ത് കിട്ടും. എന്നാലും വില വരുന്നതൊക്കെ കേട്ടോ? ഒരു ദിവസം വായിക്കുന്ന എമ്മാരും നഷ്ടറിയാൻ വരാൻ പോകുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ചങ്ങായി അച്ഛൻ തന്നെയാണ്. ഈ ചങ്ങാതി സർക്കാർ ജോലി കിട്ടി 20 വർഷം മുമ്പാണ്. അന്ന് എഴുതി സ്റ്റാർട്ടിങ് 250 രൂപ ദിവസം 10 പോയി. ഇപ്പൊ അത് 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ബേസ് 25,000 രൂപ ദിവസം. അതെന്താ ഒരു 1000 രൂപ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? 20 വർഷം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും? 2.5 ലക്ഷം രൂപ സാധിക്കും. ദിവസം 10,000 രൂപ വെച്ചിട്ടുണ്ട് കേട്ടോ? ദിവസം 10,000 രൂപ മതിയോ ജീവിക്കാൻ? കേട്ടോ? അമ്പാനി പോലും സംസാരിക്കാൻ കേട്ടോ?
10,000 രൂപ കൊണ്ട് അഡ്ജസ്റ്റ് ജീവിക്കാൻ പറ്റും, ജീവിക്കാം ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. ആ 10,000 രൂപയ്ക്ക് ഒരു ദിവസം നിങ്ങൾ സർവീസ് കേട്ടോ. വെറുതെ 10,000 രൂപ ഓരോ ദിവസം കളയാൻ നിൽക്കുന്നത്. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് കയറി വാ. എന്തിനാ സമയം കളയുന്നത് കേട്ടോ. സ്മാർട്ടായിട്ട് കയറി വരണോ? റെഡി? കയറി വരുമോ? റെഡി ആണോ? ഇവിടെ എന്താ എഴുതുന്നുണ്ട്? പറ വന്ദേ മാതരം. ആദ്യമായി ആലോചന സമ്മേളന വന്ദേ മാതരം ദേശീയഗാനമാണ്. ഇതൊക്കെ പറയുമ്പോ ദേശീയതെങ്കിലും ഉണർത്ത് എണീക്കണം. ഉറക്കെ വിളിച്ചു പറ. 1896 കൊൽക്കത്ത സമ്മേളനം. എവിടെയാണ്? അപ്പൊ INC സമ്മേളനം ചോദിക്കും. അത് നിങ്ങൾക്ക് ഉത്തരം അതിലേക്ക് കൊൽക്കത്ത കേട്ടോ. ഒരു പരിധിയിലല്ല ശരി. INC ഒട്ടുമിക്ക സമ്മേളനം എവിടെ നടക്കുക കേട്ടോ. 1896 എവിടെ സമ്മേളിച്ചത്? കേട്ടോ. ഈ വന്ദേ മാതരം ആദ്യത്തെ വർഷമാണ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ? ഡോക്ടർ പൽപ്പുമായി ബന്ധമുണ്ട്. എന്താണ്? എന്താ മെമ്മോറിയൽ വർഷം ഏതാ? രാഷ്ട്രപിതാവാരാ? ഡോക്ടർ പൽപ്പു. ഇന്ത്യൻ രാഷ്ട്രപിതാവാരാ? മഹാത്മാഗാന്ധിയാണ് എപ്പോഴും അല്ലേ? അപ്പൊ എന്താണെങ്കിലും പൽപ്പുണ്ണൻ ഈ പറഞ്ഞ 7 മെമ്മോറിയൽ വർഷമാണ് എഴുതിയിട്ടുണ്ട്. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയ വർഷമാണ് എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ എന്താ എഴുതിയിട്ടുണ്ട്? കൃത്യത കേരളത്തിൽ 7 മെമ്മോറിയൽ, ഇന്ത്യയിൽ വന്ദേ മാതരം, ലോകത്തിൽ ഒളിമ്പിക്സ്. എന്തൊക്കെയാ? കേരളത്തിൽ 7 മെമ്മോറിയൽ, ഇന്ത്യയിൽ വന്ദേ മാതരം, ലോകത്തിൽ ഒളിമ്പിക്സ്. കേട്ടോ. മാറിപ്പോയത് കേരളത്തിൽ ഒളിമ്പിക്സ് ആണോ? ലഞ്ചു ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് 5 ചിലപ്പം ഒളിമ്പിക്സ് വരാൻ പോകും കേട്ടോ. പണ്ടെങ്ങാനും ഏതോ ഒളിമ്പിക്സ് കണ്ടപ്പോ ഈ 5 മുമ്പ് നിൽക്കുന്ന കുട്ടി ഇപ്പൊ നമുക്ക് കേട്ടോ. അതെന്താ അപ്പൊ നോക്കൂ, ഇന്ത്യൻ ദേശീയഗാനം ആദ്യമായിട്ട് ആലപിച്ചത് ടാഗോറാണ്. ആദ്യമായിട്ട് ആലപിച്ചാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയാണ് എടുത്തത്. ഏതാ കൃതിയുടെ പേര്? ആനന്ദമഠം എന്ന കൃതിയുടെ ഇതിവൃത്തം സന്യാസികളാണ്. ബംഗാളിലാണ് ഇത് നടന്നത്. സന്യാസികളാണ്. ഇത് ഇതിവൃത്തമായ കൃതിയുടെ പേരെന്താ? ആനന്ദമഠം. അതിനാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ദേശീയ ഗീതമാണെന്ത്? വന്ദേ മാതരം. വന്ദേ മാതരത്തിന്റെ ഭാഷ ഏതാ? ഏതാ ഭാഷ? വന്ദേ മാതരത്തിന്റെ ഭാഷ സംസ്കൃതം. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഭാഷ തമിഴ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഭാഷ ഏതാ? തമിഴ് അല്ലേ? ദ്രാവിഡ ഭാഷ ഏറ്റവും പഴയത് തമിഴ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് തമിഴ് അല്ലേ? ബൈബിൾ തർജ്ജമ ചെയ്ത ആദ്യത്തെ ഏഷ്യൻ ഭാഷ തമിഴ്. മനുഷ്യോത്പത്തിയുടെ ഭാഷ തമിഴാണ് എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞ കൃതിയുടെ പേര് ഏതാ? ആദിഭാഷ. എന്താ ഇതിന്റെ പേര്? ആദിഭാഷയല്ല, ആദിഭാഷ കേട്ടോ. ബൈബിളിന്റെ ഭാഷ ഏതാ? ബൈബിളിന്റെ ഭാഷ തമിഴ്. അങ്ങനാണോ? അല്ല, ബൈബിളിന്റെ ഭാഷ ഏതാണ്? ഹീബ്രു. ഏതാ ഭാഷ? ബൈബിളിന്റെ ഭാഷ ഹീബ്രു കേട്ടോ. ഓർത്തു വെക്കണതൊക്കെ. അപ്പൊ ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ രാഗം ദേശാൽ. ഏതാണ്? ദേശീയ ഗീതം ദേശാൽ കേട്ടോ. 1896 കൊൽക്കത്തയിൽ ആദ്യമായി ആലപിച്ചു. ആലപിച്ചത് ടാഗോർ. സംഗീതം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതിന്റെ പേര് ആനന്ദമഠം. ഇതിവൃത്തം സന്യാസികളാവും. സന്യാസികളാവും എവിടെയാ? കൊൽക്കത്ത, ബംഗാളില് കേട്ടോ. ഇതിന്റെ രാഗം ശങ്കരാഭരണം. ഭാഷ രാഗം ദേശരാഗം. ഭാഷ ഓക്കെ. അടുത്ത കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടിച്ചിട്ട് പോട്ടെ. ഇവിടെ 1901 ശാന്തി നികേതൻ തുടങ്ങി. എന്ത് തുടങ്ങി? 21 അതിന്റെ പേര് മാറ്റി വിശ്വഭാരതി എന്താക്കി? 1951 അതൊരു കേന്ദ്ര യൂണിവേഴ്സിറ്റി എന്തായി കേട്ടോ. ശാന്തി നികേതൻ തുടങ്ങിയ വർഷം പറ. 1901 ശാന്തി നികേതൻ അല്ലേ? 1901 മഹാത്മാഗാന്ധിയുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. എന്താണെന്ന് അറിയോ? ഗാന്ധി ആദ്യമായി പോയോ? എവിടെ പോയി? INC സമ്മേളനം കേട്ടോ. ഗാന്ധി ആദ്യമായി കോൺഗ്രസ് സമ്മേളനം പങ്കെടുത്ത വർഷം ഏതാ? അവിടെ വെച്ചായിരിക്കും സമ്മേളനം. അവിടെ വെച്ചായിരിക്കും കൊൽക്കത്ത. 1901 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയോ? ഒരു ചെങ്ങായി ഗാന്ധിയുടെ കുറേ വാച്ചിങ്. ആളുടെ പേരെന്താ? വാച്ച. ആരാണ്? ഗാന്ധി പങ്കെടുത്തപ്പോൾ വാച്ച. ആരാണ്?
ഗാന്ധിയെ തിരിഞ്ഞു മറിഞ്ഞു വായിച്ചു കേട്ടോ. മഹാത്മാഗാന്ധി ഇല്ലേ, ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുപിടി എവിടെ വെച്ചാ? നെഹ്റു ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് അല്ലെ. നെഹ്റുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ക് ഗാന്ധിയെ കാണാൻ എവിടെ വെച്ചിട്ട്? ലക്നൗ സമ്മേളനം. ആരായിരുന്നു പ്രസിഡന്റ്? ആരാണ്? അതോ ആർസി മജുംദാർ? ആർസി മജുംദാർ ആരാ? കുറെ മജുംദാർമാരുണ്ട് നമ്മുടെ ഹിസ്റ്ററിയില്. നോക്ക്, ഈ ആർസി മജുംദാറില്ലേ, അയാൾ എന്ത് പറഞ്ഞാലും അല്ല അല്ല എന്ന് പറയും. വേറെ ഒന്നും മനസ്സിലാട്ടോ. ഇവിടെ 1857 വിപ്ലവം നടന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അയാൾ 1857 വിപ്ലവത്തിൽ നോക്കി ആർസി മജുംദാർ പറയുന്നത് ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല ദേശീയ തലത്തിലുള്ളതുമല്ല. എന്താ പറഞ്ഞത്? ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല ദേശീയ തലത്തിലുള്ളതല്ല അല്ലെ. എന്ത് വെച്ചാൽ അല്ല അല്ല എന്ന് പറയുന്ന ആളുടെ പേരെന്താ? ആർസി മജുംദാർ. കേട്ടോ, ഗാന്ധി നെഹ്റു വേണ്ട പാരൻസില്ലേ? അവര് ഗാന്ധി നെഹ്റു ലോക്കൽ സമ്മേളനോ BJP അല്ലേ? അല്ല, സാധാ ലോക്കൽ സമ്മേളനം മതിയോ? അവർക്ക് ചൂടാക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യും? എയർ കണ്ടീഷൻ സമ്മേളനം വേണം അല്ലേ? ആ മജുംദാറിന്റെ പേര് എയർ കണ്ടീഷൻ മജുംദാർ, AC മജുംദാർ. കേട്ടോ, ഗാന്ധി നെഹ്റു കണ്ടപ്പോൾ AC-യിൽ അല്ല അല്ല RC. കേട്ടോ, ഗാന്ധി നെഹ്റു കണ്ടപ്പോൾ AC-യിൽ അല്ല അല്ല RC. കേട്ടോ, ഗാന്ധി പങ്കെടുത്തപ്പോൾ വാച്ചിങ്ങോട് വാച്ചിങ്. അതാണ് DE വാച്ച. ഗാന്ധി പങ്കെടുത്തപ്പോൾ വാച്ച വാച്ച. ഇവിടെ 1901 ഗാന്ധി ആദ്യമായി പങ്കെടുത്തത്. അപ്പൊ ആണ് ശാന്തിലേക്ക് എന്ത് തുടങ്ങി? 21 അതിന്റെ പേരെന്തായി? 1921 അല്ലേ? 1921 അല്ലേ? 1921 എന്ന് പറയുന്ന മലയാള സിനിമ ഡയറക്ടർ എന്താ? ആരാണ്? ID ശശി അല്ലേ? നമ്മളെ വണ്ടിയിലെ ശശിയായിട്ട് അറിയത്തില്ലേ? പിന്നെ മറ്റേ ഏതൊരു മൂവി അവരുടെ സ്റ്റുഡിയോയുടെ പേരല്ലേ ഭരണി? മറ്റേ ഏതോ സിനിമ സിനിമ പറയുന്നത് ശശിയേട്ടൻ ഭരണി വന്നിട്ട് അപ്പൊ ഭരണി സ്റ്റുഡിയോയിലെ ശശിയേട്ടൻ ഭരണിയിലെ ശശിയേട്ടന്റെ സിനിമയുടെ പേരെന്താ? 1951 അതൊരു കേന്ദ്ര യൂണിവേഴ്സിറ്റി. കേട്ടോ, ഇവിടെ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിയും ചാൻസലറാ. ഏതാ യൂണിവേഴ്സിറ്റി? ആണോ? അല്ലെ, എല്ലാ യൂണിവേഴ്സിറ്റി 2014 ഏതോ എക്സാം ചോദിച്ചിരുന്നു അല്ലെ? യൂണിവേഴ്സിറ്റിമാരുടെ ചാൻസലർ ആര്? കേട്ടോ, കേന്ദ്ര യൂണിവേഴ്സിറ്റി ചാൻസലർ ആയിരിക്കും. അതൊരു സിമ്പിൾ ലോജിക്. എന്താ അറിയോ, ഈ സംസ്ഥാനങ്ങളിലെ ഗവർണർ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ കേന്ദ്രത്തിൽ രാഷ്ട്രപതി മനസ്സിലുണ്ടോ? കേന്ദ്രത്തിൽ രാഷ്ട്രപതി ആണെങ്കിൽ സംസ്ഥാനത്ത് ഗവർണർ 90% ഇല്ല. കേട്ടോ, ഉദാഹരണം പറയാം, മാപ്പധികാരം ആർക്കാണത്? രാഷ്ട്രപതിക്ക് സംസ്ഥാനത്ത് ആർക്കും ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. ആർക്കാ? കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് പേപ്പറിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത നമ്മുടെ കേരളത്തിൽ. എന്താണ് വാർത്ത? കേരള മന്ത്രിസഭ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു പ്രതികൾ അല്ലെ, ജയിച്ചിട്ട് അനുഭവിക്കുന്ന ഒരാൾക്കാരെ റിലീസ് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ആര് കൊല്ലപ്പെട്ടു? ഗവർണർ കൊല്ലപ്പെട്ടു. ഗവർണർ എന്ത് ചെയ്തു? ഈ സദാശിവം എല്ലാം റിലീസ് ചെയ്തോ? അല്ലേ? അപ്പൊ എന്താണ് ഇത്? ഗവർണർ അധികാരമാണ്. ഈ പറഞ്ഞ മാപ്പധികാരം എന്നത് ഗവർണർക്കുണ്ട്. മനസ്സിലാട്ടോ? ജയിലിൽ കിടക്കുന്ന പ്രതികളെ വേണമെങ്കിൽ റിലീസ് ചെയ്യാൻ ആർക്ക് പറ്റും? ഗവർണർ വിചാരിച്ചാൽ പറ്റും. പുള്ളി വിചാരിക്കണം. കേട്ടോ, സജസ്റ്റ് ചെയ്യുന്ന മന്ത്രിസഭകൾക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ ആർക്കാണ്? ഗവർണർ. ഈ പറഞ്ഞ തൂക്കിക്കൊല്ലാൻ വെച്ച കേസില്ലേ, അതിലൊന്നും തന്നെയാണ് പ്രധാനമന്ത്രിക്ക് സജസ്റ്റ് ചെയ്യാം. ഫൈനൽ ഡിസിഷൻ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. കേട്ടോ, അപ്പം ഇവിടെ ലക്ഷ്യപാർട്ടി ഒരു വേറെ കേസാണ്. അത് കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ്. ചാൻസലർ രാഷ്ട്രപതി അല്ല, പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി. എന്താ പ്രത്യേകത? പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാ? വിശ്വഭാരതി. നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു പ്രബന്ധം, ഉദാഹരണം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അല്ലെ, നല്ലൊരു കിട്ടിലോ കിട്ടുന്ന പ്രബന്ധം നമ്മൾ കണ്ടുപിടിച്ചു, അടിപൊളി കണ്ടുപിടിച്ചു. കേട്ടോ, നമുക്ക് എന്താ കിട്ടുന്നത്? നല്ല തന്നെ കിട്ടും. എന്താ PhD അല്ലെ, ഡോക്ടറേറ്റ് അല്ലേ? കാലിക്കറ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ ആർക്കും PhD കൊടുക്കും. ഈ പറഞ്ഞ 2005 BSc നഴ്സിംഗ് കഴിഞ്ഞ 3 കുട്ടിയൊക്കെ അവർ MS നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ BBA കഴിഞ്ഞ 3 കുട്ടിയൊക്കെ MBA സർട്ടിഫിക്കറ്റ് കൊടുത്തു 2005. 2014 ഇന്ത്യ ദേശീയ പതാക തലവത്തിൽ ചരിത്രം സൃഷ്ടിച്ചായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറച്ച് സ്പോട്ടാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. അപ്പൊ എന്നാണെങ്കിൽ നോർമൽ യൂണിവേഴ്സിറ്റി നോർമൽ കേസിൽ എന്ത് കിട്ടും? ഡോക്ടറേറ്റ്. ഈ വിശ്വഭാരതിയിലെ അത് കൊടുക്കത്തില്ല.
അതിന് പകരം അവർ കൊടുക്കുന്ന സാധനം ദേശീയോത്തമ. എന്താണ്? ഡോക്ടറേറ്റിന് പകരം ദേശീയോത്തമ പറയുന്നത് യൂണിവേഴ്സിറ്റി ഏതാ? വിശ്വഭാരതി. കേട്ടോ? ഇതിന്റെ പ്രത്യേകത ഒന്ന് കേട്ടോ? ഇതിന്റെ അർത്ഥവാക്യമാണ് എത്ര വിശ്വം പവർ വേഗ നീടം. എത്ര വിശ്വം പവർ വേഗ നീടം. അറിയാം? എത്ര വിശ്വം പവർ വേഗ നീടം. മലയാളത്തിൽ പറഞ്ഞാവേ, ഇവിടം വിശ്വം ഒരു പക്ഷി കൂടായി ഭവിക്കുന്നു. എന്താണ്? ഇവിടം വിശ്വം ഒരു പട്ടിക്കൂടല്ല കേട്ടോ. ഇവിടം വിശ്വം മാറ്റുന്നത്. ഇവിടം വിശ്വം ഒരു പക്ഷിക്കൂടായി ഭവിക്കുന്നു. എന്തിന്റെ അർത്ഥവാക്യം? അപ്പൊ എന്തൊക്കെയാ നമ്മള് വിശ്വഭാരതിയെ കുറിച്ച് പറഞ്ഞെന്ന് പറയാൻ? 1901 ശാന്തിനികേതൻ, 21 വിശ്വഭാരതി, 51 പ്രധാനമന്ത്രി ഡോക്ടറേറ്റ് പകരം അർത്ഥവാക്യം എന്തായിരുന്നു? ഇവിടം വിശ്വം ഒരു പറഞ്ഞാൽ മതി. ഇവിടം വിശ്വം ഒരു 1905 ഒക്ടോബർ മാസം 14. ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററി ദിവസത്തിന് വല്ല പ്രാധാന്യം ഉണ്ടോ? എന്താണ്? ബംഗാൾ വിഭജനം നിലവിൽ വന്നു 1905 ഒക്ടോബർ 14. കേട്ടോ? രവീന്ദ്രനാഥ ടാഗോറില്ലേ ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ? കവിയല്ലേ? കവി അനുകൂലിച്ചാലും കവിത, പ്രതികൂലിച്ചാലും കവിത. ശരിയല്ലേ? വ്യത്യാസം കണ്ട കിർലോസ്കറിന്റെ കൃതിയുടെ പേരെന്താ? അമർ സോന ബംഗ്ല. ഏതാ കൃതിയുടെ പേര്? ബംഗാൾ വിഭജനത്തെ വെല്ലുവിളിച്ച ടാഗോറിന്റെ കൃതിയുടെ പേരെന്താ? അമർ സോന ബംഗ്ല. ഇന്ന് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല. രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനമാണ്. മഹാനാണ് അവര്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ഏതാ? അല്ലാഹു അക്ബർ. എവിടുത്തെ ദേശീയ ഗാനം? അല്ലാഹു അക്ബർ. ലിബിയ, സൗദി അറേബ്യ. ലിബിയയുടെ ദേശീയ ഗാനം ഏതാ? അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും ആണ് സൗദി അറേബ്യയുടെ ദേശീയ ഗാനം. മനസ്സിലാവുണ്ടോ? കേട്ടോ? ലിബിയയുടെ ദേശീയ ഗാനം ഏതാ? പറ. ലിബിയ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം പറയുന്നത് സൗദി അറേബ്യയുടെ ദേശീയ ഗാനമാണ്. അസ്സലാമു അലൈക്കും. കേട്ടോ? നക്ഷത്രാങ്കിത പതാക അമേരിക്കയുടെ ദേശീയ ഗാനം. ഇതാണ് നക്ഷത്രാങ്കിത പതാക എടുത്ത ദേശീയ ഗാനം. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏത് രാജ്യത്തിന് അർത്ഥവാക്യ? അമേരിക്ക. ട്രംപും പിള്ളേരും എടുക്കുന്ന വിശ്വാസം.